മീൻസ് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് ടു മേക്ക് സം വൺ അൺലേൺ തിങ്സ്. ഓക്കെ, അപ്പം ഞാനൊരു പെർട്ടിക്കുലർ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അത് അൺലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ വിൻഡോസിൻ്റെ ഈ വാൾപേപ്പേഴ്സിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, സോ ഹാരി പോട്ടർ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. സോ ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് വി ആർ 100% സേഫ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ഇൻ ദിസ് പ്ലേസ്? നോ. സോ ഇത് വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സിറ്റുവേഷൻ തന്നെയാണ്. ബട്ട് വെൻ യു കമ്പയർ ദ ക്രൈം റേറ്റ് ആൻഡ് എവറിത്തിങ്, നമുക്ക് നിയർ ബൈ ആയിട്ട് പറയാൻ പറ്റുന്ന ബാംഗ്ലൂർ, ഡൽഹി, ദ സിറ്റി ഈസ് റിയലി ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ഡേ ബൈ ഡേ. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ലണ്ടനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ടാകും. ബട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി ആ മാർക്കറ്റിൽ എന്നും അവൈലബിൾ ആണ്. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ എന്താണ് അവിടെ തന്നെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് UK-യിലുള്ള യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, അവർ ഈ ഒരു എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? യെസ്. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് എല്ലാ, അപ്പോൾ ഷുഹൈബ് പറഞ്ഞു ഇനീഷ്യലി തന്നെ, ആൾമോസ്റ്റ് ആൾ ദ മാസ്റ്റേഴ്സ് ആർ 1 year പ്രോഗ്രാംസ്. തിയററ്റിക്കലി ദ പ്രോഗ്രാം ഇസ് 1 year ഓൺലി. നമ്മൾ MBA പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ആൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ give 1 year MBA. അപ്പോൾ ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഗീവ് 2 years ആസ് വെൽ. അപ്പോൾ 2 yearsലേക്ക് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ എ പ്ലേസ്മെൻറ്റ് ഇൻ ദ 2nd year. ഓക്കെ, ഓർ യു ക്യാൻ ഡു എൻ ഇന്റേൺഷിപ്പ് ഇൻ ദ 2nd year. അപ്പോൾ പ്ലേസ്മെൻറ്റ്സ് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ എ കമ്പനി ഓർ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഓർഗനൈസേഷൻ ആൻഡ് സബ്മിറ്റ് ഇൻ ടു ദ യൂണിവേഴ്സിറ്റി. അതിനുശേഷം മാത്രമായിരിക്കും അവർ ഒരു മാസ്റ്റേഴ്സ് ഹോൾഡർ ആയിട്ട് മാറുന്നുണ്ട്. ഇറ്റ്സ് എ കമ്പൈൻഡ് പാക്കേജ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ബൈ കോളേജ് ആണോ തരുന്നത്? അല്ല, it will not be like means we are giving you an internship. It will not be like that. You have to be smart. അവർ കോളേജിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കമ്പനികൾ ഓൺ ദ ഗോ തന്നെ ഒരുപാട് ആളുകൾ ഹയർ ചെയ്യുന്നുണ്ടാവും. ദർ വിൽ ബി പെർമനൻറ്റ് ഹയറിംഗ് ഇറ്റ് സെൽഫ് അറ്റ് ദ ടൈം. ബട്ട് പ്ലേസ്മെൻറ്റ്സിനാണെങ്കിലും ഇന്റേൺഷിപ്പിനാണെങ്കിലും all the time there will be availability, but you have to prove yourself. They will not give you, this is your internship, you have to go to this institution and do it. It will not be like that. You have to be selected by the organization. അങ്ങനെയാണ് അതിൻ്റെ പ്ലാൻസ്. ഐ തിങ്ക് ഹി വിൽ ബി മോർ നോളജ്. അതായത് അവരുടെ ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവരുടെ കയ്യിലുള്ള എംപ്ലോയേഴ്സ് എണ്ണം ലിമിറ്റഡ് ആവും. എത്ര തന്നെ ഉണ്ടെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറൊന്നും അത് ഉണ്ടാവില്ല. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കഴിവുണ്ട്, നമുക്ക് എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്ത് അത് ഗ്രാബ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റുഡൻസ് കോളേജിൽ നിന്ന് ലെറ്റർ കിട്ടും, ഇങ്ങനെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ലെറ്റർ. അത് നമുക്ക് ഇപ്പോൾ ആ കൺട്രിയിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് കൺട്രിയുടെ പുറത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു സ്റ്റുഡൻസിന്. എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റഡി പീരീഡിൽ തന്നെ നല്ലൊരു ജോബ് എക്സ്പീരിയൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഏർണിങ്സ് എന്തായാലും ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് ഒരുവിധം കമ്പനീസൊക്കെ പുറത്തുള്ളത് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. സോ നല്ല രീതിയിലുള്ള പേയ്മെൻറ്റും കിട്ടും. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസും ഗെയിൻ ചെയ്യാൻ പറ്റും, ഏർണിങ്സും കിട്ടും ഈ യൂണിവേഴ്സിറ്റീൻ്റെ സമ്മതത്തോട് കൂടിയിട്ട്. അതാണ് ഈ ഒരു ഇതിൽ സംഭവിക്കുന്നത്. ആൻഡ് റിഗാർഡിങ് ഇന്റേൺഷിപ്സ്, ലൈക്ക് ഞാൻ ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലും നമ്മൾ ഇന്റേൺസിനെ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്റേൺസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഫ്രം MES Mambar College. And while their closing ceremony also I told everyone, like, you have to promote internships. Anyone, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അവിടെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് യു ഹാവ് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസ് മീൻസ് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് ടു മേക്ക് സം വൺ അൺലേൺ തിങ്സ്. ഓക്കെ, അപ്പം ഞാനൊരു പെർട്ടിക്കുലർ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അത് അൺലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. സോ if an intern coming to my organization, I'm very happy that I got a pure soul who can learn, who is ready to give his 100% and learn things. So every organization wishes to do the same. So internships and the placements, everything, നമ്മൾ ഇനീഷ്യലി നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are getting a pure soul who can learn and who is willing to learn and is really fresh to the market. അപ്പോൾ അത് എല്ലാവരെ സംബന്ധിച്ചും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ പീപ്പിൾ ലവ് ഇറ്റ്. സോ whenever means I see people who wanted to do internship, I
promote them. You can come to my office or I will help you with internships. So internships obviously അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. People have to grab it. അപ്പോൾ ഇതിനുള്ള എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളും UK ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എസ്പെഷ്യലി they have hundreds and thousands of companies willing to take students as interns as well as placements. ഷുൽക്ക ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ആക്ച്വലി ഞാനൊരു ഫുഡി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. സോ എനിക്ക് ആ ഒരു ഫീൽഡിൽ ഇത് ചെയ്യണം തന്നെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ എന്താ വെച്ചാൽ എഡിൻബറ എന്ന് പറഞ്ഞ സിറ്റിയിൽ അബൌട്ട് 1000 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ആ ഒരു സിറ്റിയിൽ ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിമാൻഡ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ് ത്രൂ അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസർച്ച് പേപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഈ ഒരു ഫീൽഡിലുള്ള മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിനെ അവിടെ ഓരോ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു ആൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളത് റിവ്യൂസാണ്. ഏതൊരാൾ, ഇറ്റ്സ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം സെർച്ച് ചെയ്യുക ബെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡീപ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്, അതൊക്കെ പഠിക്കലായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലാത്ത സ്കോറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠനം, ഈ ബുക്ക്, അതായത് നമ്മൾ പുസ്തകം നോക്കി മാത്രം പഠിക്കുക എന്നുള്ളതിലുപരി നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യാണ്. ഇപ്പോൾ ഞാനിത് റിസർച്ച് പേപ്പർ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമായിരുന്നു. എന്നിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, അതേപോലെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളും, അതുപോലെ ഓണേഴ്സിൻ്റെ കാര്യങ്ങളും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഇതെങ്ങനെ കോറിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലാവും പോകുന്നുണ്ടാവുക. ചില റെസ്റ്റോറൻറ്റ്സിൽ ചിലപ്പോൾ അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ മെയിൻ. യെസ്, അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഭാവിയിൽ നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആവും. കാരണം ഇന്നത്തെ ഒരു സിനാരിയോയിൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക. സോ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പുസ്തകം മാത്രം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ റിസർച്ച് മാത്രം ചെയ്തുകൊണ്ടൊന്നും കാര്യം, നമ്മൾ ഇൻ ഡീപ്പായിട്ട് നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ സിനാരിയോസും നമ്മൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. യെസ്, എന്നാൽ മാത്രമേ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഡിസിഷന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പല സ്ഥലങ്ങളും. ഓരോ ഡിസിഷനും ചിലപ്പോൾ ഒരു ലൈഫിൻ്റെ തന്നെ വില ഉണ്ടാവും. പല കാര്യങ്ങളും മാറ്റിമറിക്കാനൊക്കെ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. The most paid person will be that person itself who is taking that decision. Everywhere, if you see in any organization, who is the most paid person? The person who take the most difficult decisions. Yeah, he is the most paid person. ഇപ്പോൾ എഡിൻബറ എന്ന് പറയുന്ന സിറ്റിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞു, ഡിഗ്രി ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ സിറ്റീസ് ഉണ്ട് UK എന്നുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ലണ്ടനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി കുറഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സിറ്റി ചൂസ് ചെയ്യാം, എവിടെയാണ് എനിക്ക് ലിവ് ചെയ്യേണ്ടത് എന്നുള്ളത്? അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. അതായത് നമുക്ക് അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റീസ്, റെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. മോസ്റ്റ് ഓഫ് അതിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഇന്നത്തെ യൂത്തിന് ഏറ്റവും വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എക്സ്പോഷറാണ്. എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വൈബാണ് ഇപ്പോൾ അധികം ആൾക്കാർക്കും വേണ്ടത്. സോ അതും കൂടി ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമുക്കറിയാം UKയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലായിടത്തും. അപ്പോൾ നമുക്ക് അവിടെ യാത്ര ചെയ്യാൻ ഇതൊക്കെ ഒരു ഈസി ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയാണ്. അപ്പോൾ
ഓരോ സ്റ്റുഡൻസിനും അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. സോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണോ റിക്വയർമെൻറ്റ്സ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ടു ബി ഫ്രാങ്ക്, ഞാൻ ആക്ച്വലി എഡിൻബ്രയിൽ പോകണം എന്ന് ഉദ്ദേശിച്ച ഒരാളേ അല്ല. ഞാൻ അതെനിക്ക് വേണ്ടാന്ന് ഉദ്ദേശിച്ചിരുന്ന ആളാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതായത് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. സോ ഇത് കണ്ട സമയത്ത് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ വിൻഡോസിൻ്റെ ഈ വാൾപേപ്പേഴ്സിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, സോ ഹാരി പോട്ടർ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്, സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എഡിൻബ്ര എന്ന് പറയുന്നത് ജസ്റ്റ് സിറ്റി, അതിൻ്റെ ഒരു ഭാഗത്തുള്ള സിറ്റി മാത്രമാണ്. അതിൽ ഒരുപാട് സിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഹൈലൻഡ്സ് വരുന്നുണ്ട്, ഈ മലപ്രദേശങ്ങൾ, അതുപോലെ സീസൈഡ് വരുന്നുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ടാണ് ഞാനത് ചൂസ് ചെയ്തത്, യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി നോക്കിയിട്ട്. സോ ഞാനതൊരു ലക്കി ഒരു ഫാക്ടർ ആയിട്ടാണ് എപ്പോഴും കരുതുന്നുണ്ട് അത് ചൂസ് ചെയ്തത്, എഡിൻബ്ര ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എഡിൻബ്ര എന്ന് പറയുന്ന സിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പോവുകയാണ് നമ്മൾ. അപ്പോൾ അവിടുത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മുടെ ഇത് മീൻസ് ഇപ്പോൾ സിറ്റി ചൂസ് ചെയ്യുന്ന കേസിൽ തന്നെ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയസ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ വാട്ട് ഐ ലൈക്ക് വിൽ നോട്ട് ബി വാട്ട് യു ലൈക്ക്. ഐ ലൈക്ക് ടു ലിവ് ഇൻ ആൻ അർബൻ സ്പേസ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഐ ഹാവ് ടു ലിവ് ഇൻ ദ അർബൻ സ്പേസ്. ഹാപ്പനിങ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈവൻ ദോ ഐ എം നോട്ട് ഇൻ ടു മോർ ഓഫ് എ പാർട്ടിങ് ഗൈ, ബട്ട് എന്നാലും എനിക്ക് ഹാപ്പനിങ്സ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ജീവിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ടല്ല, ഐ ലവ് ടു ബി ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ്. അങ്ങനെ ഉണ്ടാവും. ബട്ട് ഓരോരുത്തർക്കും നമുക്ക് ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റുകളാണ് ഒരു സിറ്റിയെക്കുറിച്ച് ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ആൻഡ് എസ്പെഷ്യലി വെൻ യു ആർ ഗോയിങ് ഫോർ ദി സ്റ്റഡീസ്, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് കൂടുതൽ റെലവൻസ് ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും കുറച്ചുകൂടെ നല്ലത്. ഈവൻ ദോ അവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് മേ വേരി. നമ്മൾ കംഫർട്ടബിൾ ആവും. വെൻ വി ആർ ഇൻ ടു ദാറ്റ് സ്പേസ് നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ആ സബ്ജക്റ്റ് ഏരിയയായിട്ട് വർക്കൗട്ട് ചെയ്യും. ആൻഡ് വെൻ കമ്മിങ് ഇൻ ടു ദ സേഫ്റ്റി ആൻഡ് ഹൗ ദ പീപ്പിൾ ആർ ദ, എസ്പെഷ്യലി നമ്മളിപ്പോൾ നമ്മളെ രാജ്യം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് വി ആർ 100% സേഫ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ഇൻ ദ സ്പേസ്? നോ. സോ ഇത് വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സിറ്റുവേഷൻ തന്നെയാണ്. ബട്ട് വെൻ യു കമ്പയർ ദ ക്രൈം റേറ്റ് ആൻഡ് എവറിത്തിങ്, ആൾമോസ്റ്റ് എവറി സിറ്റീസ് ഈസ് റിയലി ഗുഡ് ദാൻ ഇന്ത്യൻ സിറ്റീസ്. സോ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് ഡീഗ്രേഡിങ് ഇന്ത്യൻ സിറ്റീസ്. ഇന്ത്യൻ സിറ്റീസ് ആർ റിയലി നൈസ് ആൻഡ് പീപ്പിൾ ഹിയർ ആർ ആൾസോ നൈസ് ആൻഡ് ദർ ആർ ആൾസോ പീപ്പിൾ ഹു ആർ റിയലി നൈസ്. സോ ഇറ്റ്സ് നമ്മൾ ഭയങ്കര കൺസേണിങ് ആവുന്നിടത്തോളം നമ്മൾ കൂടുതൽ അവിടെ പോയി കഴിഞ്ഞാൽ പേടിക്കുന്ന കാര്യമുള്ളൂ. സോ ഐ സജസ്റ്റ് ഇറ്റ്സ് എ ന്യൂ സ്പേസ്. നമ്മളത് ഏത് ആംഗിളിലാണ് നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ പതിച്ചു വെക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ബെറ്റർ ഡോണ്ട് ഗോ ഫോർ ഇങ്ങനത്തെ ഡീമെറിറ്റ് ന്യൂസസ് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യുന്ന ന്യൂസസിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. യു ഹാവ് ടു ഡു ദ റിസർച്ച്, ബട്ട് ഭയങ്കര അതിന് മാത്രം റിസർച്ച് ചെയ്യുന്നൊരു തിയറിയിലേക്ക് പോകാതിരിക്കുക. ബിക്കോസ് അതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നൊരു എലമെൻറ്റ് ഉണ്ടാവും. സോ എവറി സിറ്റി ഈസ് റിയലി ഗുഡ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലണ്ടൻ ആൻഡ് എഡിൻബർഗ് ഓർ എനി അതർ സിറ്റീസ്, ഐ സജസ്റ്റ് പീപ്പിൾ ടു ഗോ ഫോർ ലണ്ടൻ ബിക്കോസ് ഐ എം എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ലണ്ടൻ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റി അല്ല. ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി സോ മച്ച് പീപ്പിൾ. അപ്പോൾ നമുക്ക് നിയർ ബൈ ആയിട്ട് പറയാൻ പറ്റുന്ന ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി, ദ സിറ്റി ഈസ് റിയലി ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ഡേ ബൈ ഡേ. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ലണ്ടനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ടാകും. ബട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി ആ മാർക്കറ്റിൽ എന്നും അവൈലബിൾ ആണ്. കാരണം അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ആളുകൾ വരുന്നതിനൊപ്പം തന്നെ പുതിയ പുതിയ ബിസിനസ്സുകളും പുതിയ പുതിയ സ്ഥാപനങ്ങൾ അവിടെ എന്നും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പാർട്ട് ടൈം വേഴ്സസ് ദിസ് എന്നുള്ളത്. ഇനി ഫോർ എക്സാമ്പിൾ ഔട്ടർ ലണ്ടൻ അല്ലെങ്കിൽ ഔട്ടർ ആയിട്ടുള്ള സ്പേസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് എ ജോബ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. കാരണം അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ആളുകൾ വരുന്നില്ല, എല്ലാ ദിവസവും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നില്ല. ബട്ട് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടി, ബട്ട് യു വിൽ ബി കംഫർട്ടബിൾ. കാരണം അവർക്കും അറിയാം അവർക്കൊരാളെ കിട്ടുക എന്ന് പറയുന്നത് ഈസി അല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം ആസ് വെൽ. സോ അവരും കുറച്ച് മാനേജ് ചെയ്യാൻ റെഡിയാണ്, നമ്മളും അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ലോങ് ലാസ്റ്റിംഗ് പെർട്ടിക്കുലർ ജോബ്സ്. അപ്പോൾ അതാണ് പാർട്ട് ടൈം ജോബിൻ്റെ കേസ്. സേഫ്റ്റി ആൻഡ് ഓൾ I don't know, അത് ഓരോരുത്തരുടെ തിയറീസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡെസ്റ്റിനേഷൻ്റെ കേസ് പറയുന്ന സിറ്റീസിൻ്റെ കേസ് പറയുന്ന സമയത്ത്
ഇറ്റ്സ് നോട്ട് സെയിം ഫോർ എവറി വൺ. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാകും. സോ ഞാൻ എഡിൻബറയിൽ നിന്നുകൊണ്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാവും ഞാൻ ലണ്ടനിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഓഫൻലി ഇടയ്ക്ക്. സോ എനിക്ക് എപ്പോഴും തോന്നുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എഡിൻബറ. ഇത് ലണ്ടൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാപ്പനിങ് സിറ്റി. ഭയങ്കര റഷ്, ക്രൗഡ്, ഭയങ്കര ഫെസ്റ്റീവ് മൂഡാണ് അവിടെ. നമുക്ക് ലൈക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം, എന്നാൽ നമുക്ക് കുറച്ച് കാമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വേണം എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ആൻഡ് പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു, ക്രൈം. അതിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഈ കൺട്രീസൊക്കെ ഇപ്പോൾ എസ്പെഷ്യലി UK ഇൻഡിവിജ്വൽസിന് നല്ല രീതിയിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് പോകേണ്ടിരുന്നാൽ നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സാണ് കൾച്ചർ എന്ന് പറയുന്നത്. അവിടെ ടെമ്പിൾസ് ഉണ്ട്, ഓഫ് കോഴ്സ് ചർച്ച് ഉണ്ട്, മോസ്ക് ഉണ്ട്, ബുദ്ധിസ്റ്റ് അവർക്ക് ഉള്ള പ്ലേസസ് ഉണ്ട്, മോങ്ക്സ് ആൻഡ് എന്താ പറയുക ജൈൻ, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കൈൻഡ് ഓഫ് റിലീജിയൻ ആൻഡ് കൾച്ചർ അവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ടും യെസ്, അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ റിലീജിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ സ്പേസിലോട്ട് കടന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര ഡൈവേഴ്സ് ആയിട്ടും ഇങ്ങനെ ഭയങ്കര ഇപ്പം നമ്മളൊരു 10 വർഷത്തിലോട്ടുള്ള ഇത് എടുത്താൽ പോലും UK വെൻ കമ്പയർ ടു അതർ കൺട്രീസ്, UK നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര റിയോട്ട്സോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വയലൻസസോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ജനങ്ങളൊക്കെ നല്ല ഇതിൽ ഇപ്പോൾ അവിടുത്തെ ലോക്കൽസ് ആയിക്കോട്ടെ, അവർ പോലും ചെറിയൊരു ശതമാനം എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദി അവിടുത്തെ ലോക്കൽ പീപ്പിൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എപ്പോഴും. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേരള എന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ഞങ്ങൾ അവിടെ ബീൻ ദർ ബിഫോർ 5 years, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ആലപ്പി വന്നിട്ടുണ്ട്, കാലിക്കറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോവളം വന്നിട്ടുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ കൺട്രീനെ കുറിച്ചിട്ടും നമ്മുടെ പ്ലേസിനെ കുറിച്ചിട്ടും. സോ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ എൻഗേജ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിൽ. സോ ഇപ്പോഴും എൻ്റെ ഫോണിൽ നമുക്ക് അന്നത്തെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് അതൊരു രസമാണ്, അതായത് ജെനുവൻ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. നമ്മളിങ്ങനെ സംസാരിച്ച് അവരായിട്ട് നമുക്ക് നമ്പർ തരികയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. സോ അതൊരു ഭയങ്കര ഒരു ചെറിഷിങ് മൊമെൻ്റ് ആണ് നമുക്ക്. എസ്പെഷ്യലി നമ്മളെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഇംഗ്ലീഷുകാരെ കാണുമ്പോൾ വാവ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ശരിക്ക് എനിക്ക് അവിടെ ചെന്നപ്പോഴും ഉണ്ടായി. പക്ഷേ അവരോട് സംസാരിച്ച് വരുമ്പോൾ അവർ നമ്മളെ പോലെ തന്നെ നമ്മളൊരാളായിട്ട് നിൽക്കാനുള്ള ഒരു ഇപ്പോൾ ക്ലാസ്സിൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം 40 സ്റ്റുഡൻസിൻ്റെ അടുത്താണുള്ളത്. അന്ന് ഇന്ത്യൻസ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും, പിന്നെ മലയാളീസ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും, പിന്നെ ഒരു തമിഴ് മലയാളി ഒരു സ്റ്റുഡൻ്റാണ്, പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഹൈദരാബാദ് തന്നെ. ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് അമേരിക്കൻസ്, ആഫ്രിക്കൻസ്, ചൈനീസ്, ജാപ്പാൻ, ഈ റീജിയൻ നിന്നായിരുന്നു. ഈ പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക. എൻ്റെ ഗ്രൂപ്പിലൊരു അമേരിക്കൻ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ഗേൾ ആയിരുന്നു. ആള് നല്ല, അതായത് നമ്മളൊരു ഇന്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരാളാണെന്നോ അങ്ങനെയുള്ള സംഭവമില്ല. അവിടെ നമ്മൾ പഠിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ലൈക്ക് നമ്മളെക്കാളും, അതായത് നമ്മൾ ഒന്നും അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവിടെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഒരിക്കലും ഞാനൊരു കമ്മ്യൂണിറ്റി ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതായത് ഇപ്പം നമുക്കൊരു വിചാരം, ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക പഠിക്കാനൊക്കെ ഭയങ്കര ബാക്ക്വേർഡ് ആവുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു പുസ്തകത്തിൽ മാത്രം ഉള്ളതല്ല. അത് പുറത്തോട്ട് നമ്മളിപ്പോൾ ഒരു സെമിനാർ എടുത്ത് ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബ്രില്യൻസ് ആണ്. ആൾക്കുള്ള കാഴ്ചപ്പാടുകൾ ഇപ്പോൾ റിസർച്ചിന് ഏറ്റവും കൂടുതൽ, അതായത് ഒരു കൺട്രിയുടെ GDP-ൻ്റെ നല്ലൊരു ശതമാനം ഈ റിസർച്ച് പേപ്പേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിൽ ഉൾപ്പെട്ട ഒരു കൺട്രിയാണ് UK. നല്ലൊരു ശതമാനം. ഇത് എന്തിനാന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിവിടെ കൊറോണ വന്നു, ഫസ്റ്റ് വാക്സിൻ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇതിൻ്റെ റൂട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ആള് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാണ്ടം ഫിസിക്സ്.
അത് ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിനെ എങ്ങനെ നശിപ്പിക്കാന്നുള്ള ഒരു റിസർച്ച്. ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടി അവിടെ. ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെരിവാട്ടിലായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ വിത്ത് ഫാമിലിയാണ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഏരിയ ഒക്കെ ഡിമാൻഡഡ് ആണ്. അവർ ഡോക്ടറേറ്റ് കൊടുക്കാൻ റെഡിയാണ്, അവർ നമ്മൾ ഹയർ ചെയ്യാൻ റെഡിയാണ്. നമ്മളുടെ അടുത്ത് നമ്മളുടേതായിട്ടുള്ള ഈ വേൾഡിന് ആവശ്യമുള്ള എന്തെങ്കിലും എന്തെങ്കിലും ടോപ്പിക് നമ്മളുടെ അടുത്തുണ്ടോ, എന്തെങ്കിലും സംഭവം നമ്മളുടെ അടുത്തുണ്ടോ, അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ ഹയർ ചെയ്യും വിത്ത് ഫുൾ ഫണ്ടഡ് ആയിട്ട്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ രീതിയിൽ റിസർച്ച് ചെയ്യുക, അതിന് ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കുക. വിൽ ഗെറ്റ് എ ഡോക്ടറേറ്റ് ആൻഡ് വിൽ ഗെറ്റ് എ ഗുഡ് ജോബ് ആസ് വെൽ. സോ റിസർച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞു ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അമേരിക്കൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഒക്കെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് അതിപ്പോൾ ഞാൻ മുന്നേ ഒരു ടെഡെക്സ് വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ്. അതായത് ഒരാൾ ചിന്തിക്കുന്ന പോലെയല്ല, ഐ മീൻ എൻ്റെ കൺട്രിയിലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല മറ്റുള്ള കൺട്രിയിലെ ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് അവരെ പണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചിന്തകൾ. ആ ഒരു സമയത്ത് ഓരോ ആൾക്കാരുടെയും പ്രോബ്ലം സോൾവിങ്, അതിൻ്റെ ഒരു വേ ഓഫ് അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ ഇപ്പോൾ മീൻസ് ഐ എം നോട്ട് will not be the right person because I haven't seen, but even though നമ്മൾ ഈവൻ ഇന്ത്യ is also a cultural diversified country. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് പോയാൽ പോലും ഈവൻ ഇഫ് യു ട്രാവൽ ഫ്രം വൺ ഡിസ്ട്രിക്ട് ടു അതർ ഡിസ്ട്രിക്ട് യു ക്യാൻ സീ ദ ചേഞ്ച് ഹൗ ദേ റെസ്പോണ്ട് ടു ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ ഞാൻ എങ്ങനെയാണോ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചറൽ അല്ലെങ്കിൽ അവരെത്ര ഫേർണിഷ്ഡ് ആണ് അല്ലെങ്കിൽ അത്ര പോളിഷ്ഡ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത് ഓരോ സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ കൺട്രി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ദേ ഡ്രൈവ് ഇൻ ദ റോഡ്. ഇതാണ് ഞാൻ അതിനൊരു മിനിമൽ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കാറുള്ളത്. സോ ഐ ഫീൽ നമ്മൾ ഓരോ സ്ഥലത്തെത്തുന്ന സമയത്തും അത് അവരുടെ റിയാക്ഷൻ മെൻറ്റാലിറ്റിയാണ്. അതുപോലെ തന്നെ ദ വേ ദേ ലേൺ ഇറ്റ് ഫ്രം നമ്മളിത് എവിടെ നിന്ന് ലേൺ ചെയ്തു വന്നു എന്നുള്ളതൊക്കെ മാറ്ററാണ്. അപ്പോൾ ഇറ്റ് ഈസ് റിയലി നൈസ് ടു സീ ആൻഡ് വാച്ച് തിങ്സ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഓരോ കൾച്ചറിലുള്ള ആളുകളും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന സമയത്ത് വി ഷെയർ ലോട്ട് ഓഫ് സ്റ്റഫ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അണ്ടർഗ്രാഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഐ ഹാവ് ഫ്രണ്ട്സ് ഫ്രം കർണാടക, മഹാരാഷ്ട്ര, UP, ഗുജറാത്ത്, പഞ്ചാബ് ആൻഡ് ഈവൻ ഫ്രം അബ്രോഡ് ദർ ആർ 2 or 3 പീപ്പിൾ ഫ്രം ആഫ്രിക്ക ആസ് വെൽ ആസ് നേപ്പാളാണ്. സോ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നമ്മളെ കുറേ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഈവൻ ദ ഗൈ ഹൂസ് ഫ്രം ആഫ്രിക്ക ഹി ലേൺ ടു സ്പീക്ക് മലയാളം a little bit because almost all of his friends were from Kerala. So it is nice and നമുക്ക് ഒരുപാട് പല സാഹചര്യങ്ങളിൽ നമുക്കത് സപ്പോർട്ടീവ് എലമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. if whenever I wanted to travel to Sri Lanka or Bangladesh, or I have friends all over this space, almost all the neighboring countries of India. So അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. മീൻസ് വി ആർ വർക്കിംഗ് ഇൻ എ ഇൻ്റർനാഷണൽ എക്സ്പോസ്ഡ് ബിസിനസ്. ലൈക്ക് നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈവൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു വെരിഫൈ സംതിങ് ഫ്രം ദിസ് കൺട്രി ദേ ആർ ദർ ടു ഹെൽപ്പ് മീ. സോ നെറ്റ്വർക്കിംഗ് ഇസ് എവറിത്തിങ്. സോ ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ടു ഗ്രാബ് ഇറ്റ്. ഞാനതാണ് ഫെസിലിറ്റേറ്റ് ചെയ്യാറുള്ളത്. യെസ്, ഹി വിൽ ബി മോർ ഓൺ ദിസ്. Yeah, networking is an important part in our international study because ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പഠിക്കാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും ഇത് ഈ പറയുന്ന പോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവാനും ചാൻസസ് ഉണ്ട്. യൂസ് ചെയ്യാന്നുള്ളതല്ല, യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഏരിയ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന സമയത്ത് ഇയാളെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകാമെന്ന് പറഞ്ഞില്ല. ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാപ്പൻസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വരും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അക്ഷയ് പറഞ്ഞ പോലെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് മാർക്ക് എങ്ങനെ കിട്ടുക? ഒരു കാര്യത്തിന് ഒരൊറ്റ ഡിഫൈൻഡ് ആൻസർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡിഫൈൻഡ്. ആരാണോ എക്സാക്ട്ലി ആൻസർ എഴുതിയത് അയാൾക്ക് മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആ ആൻസർ എഴുതിയില്ലെങ്കിൽ ഒന്നുകിൽ ഒരു മാർക്കും കിട്ടൂല, അല്ലാന്നുണ്ടെങ്കിൽ
കൂടുതലും ഒരു മാർക്ക് അവർ കൊടുക്കൂല, ആ എക്സാക്റ്റ് സംഭവം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ ന്യൂട്ടൻ്റെ ലോ പറയാം, ഇപ്പോൾ തേർഡിലൊക്കെ പറയുകയാണെങ്കിൽ ഇച്ച് ആൻഡ് എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ അത് അങ്ങനെ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ സ്റ്റുഡൻസിനും പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആംഗിളിലൂടെയാണ് നോക്കിക്കാണുന്നത് ഒരു കാര്യത്തിനെ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടും അവിടെ പറയാൻ പറ്റും. അതിലുപരി ഈ ഇരിക്കുന്ന ആളുകളുടെ മുഴുവൻ കാഴ്ചപ്പാടും അതിൽ ഔട്ടിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ആവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു തോട്ട് ഉണ്ടാവുക, അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ ആവും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു കോപ്പി ക്യാറ്റ് എന്നുള്ള പരിപാടിയല്ല ഇവിടെ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്, ഏറ്റവും ബെസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്, ഈ ഒരു ഡിസ്കഷൻസിൽ, ഗ്രൂപ്പ് ഡിസ്കഷൻസിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അതായത് നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് ഒരു UK എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറെ എന്താണ് പറയാനായിട്ട്? ഇപ്പോൾ എല്ലാവർക്കും വെറി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എക്സാക്ട്ലി ഐ ആം കമ്മിങ് ടു ദാറ്റ്. അതായത് സ്പൗസ് വിസ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് വേറൊരു വേയിൽ സ്റ്റുഡൻസിന്, ഇപ്പോൾ നമ്മൾ സ്റ്റഡീസിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്റ്റുഡൻറ്റ് അവരുടെ ഏരിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം എങ്ങനെയാണ് സ്റ്റുഡൻസിന് ഇത് ബെനിഫിറ്റ് ആവുക എന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു സ്പൗസിനെ നിർത്തലാക്കി, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 സ്റ്റുഡൻസ് പോകുന്ന സമയത്ത് അതിലൊരു 80 സ്റ്റുഡൻസിൻ്റെ കൂടെയും ഡിപ്പെൻഡൻസ് ഉണ്ടാവും. അപ്പോൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അവരിത് കട്ട് ഷോർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. ഒന്ന്, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട് ഇത്രയും ആൾക്കാരവിടെ പോയിട്ട് മൊത്തം ബുദ്ധിമുട്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ കൺട്രോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇതെങ്ങനെ ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളത്. ഈ കൗണ്ട് ഇപ്പോൾ സ്പൗസിനെ നിർത്തിയ സമയത്ത് കൗണ്ട് കുറഞ്ഞു, അങ്ങോട്ട് പോകുന്ന ആളുകളുടെ കൗണ്ട് കുറഞ്ഞു. വേറെ കാര്യം എന്താ വെച്ചാൽ ജോബ്സ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏതൊരു എംപ്ലോയർക്കും വേണ്ടത് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഇറങ്ങുന്ന സമയത്തും ഡിപ്പെൻഡൻസ് ഇറങ്ങുന്ന സമയത്തും പ്രയോറിറ്റി ഡിപ്പെൻഡൻസിന് കിട്ടും, കാരണം അവർ ഫുള്ളി അവൈലബിൾ ആണ്. സോ സ്റ്റുഡൻസ് ഈ പഠിത്തം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാട്ട് എവർ പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ജോബ് ആയിക്കോട്ടെ, ഇറ്റ് ഗോൺ ഗ്രാബ് ബൈ ദി സപ്പോർട്ട് പീപ്പിൾ. സോ ആ ഒരു ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇപ്പോൾ സിറ്റുവേഷൻ ഒന്നും കൂടി സ്റ്റുഡൻസിന് ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളത്. അതായത് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അത് ഗ്രാബ് ചെയ്യാൻ ഇവരെ ഓവർകം ചെയ്ത് ഗ്രാബ് ചെയ്യാൻ എന്തില്ല, അവിടെ ആൾക്കാരില്ല. ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നല്ല കഴിവുള്ള എബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് ഗ്രാബ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രം. അതായത് എഡ്യൂക്കേഷൻ ഡിഗ്രി, അതായത് UK ഡിഗ്രി എന്നുള്ള രീതിയിൽ മാത്രം ആൾക്കാർ പോകാൻ തുടങ്ങി. യെസ്, പഠനം എന്നുള്ള ഉദ്ദേശം മാത്രം. യെസ്, എന്തിരുന്നാലും പഠനത്തിന് പോവുകയാണെങ്കിലും നമ്മൾ, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് അവിടെ ജോലിക്കൊന്നും പോകാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇന്നും ലോൺ ഇതൊക്കെ എടുത്ത് പോകുന്ന ആളുകളാണ്. സോ അവർക്ക് ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ടു ഗോ ഫോർ എ ജോബ്. സോ അത് അങ്ങനെ നോക്കുന്ന സമയത്ത് അന്ന് അവൈലബിലിറ്റി കുറവായിരുന്നു. അതായത് ഫ്രീ മൂവ്മെൻറ്റിൽ ആൾക്കാരുള്ള സമയത്ത് സ്റ്റുഡൻസിന് പ്രിഫറൻസ് കിട്ടൂല, മനസ്സിലായി? അവരെപ്പോൾ വിളിച്ചാലും ഓക്കെയാണ്, അവൈലബിൾ ആണ്, സ്റ്റുഡൻസിന് സ്റ്റഡീസ് ഉണ്ട്, എൻഗേജ്ഡ് ആണ്, അവർക്ക് പറ്റുന്ന സമയത്ത് പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ എംപ്ലോയീസ് എല്ലാം നിർബന്ധിതമാവുകയാണ് സ്റ്റുഡൻസിനെ എടുക്കാനായിട്ട്, മനസ്സിലായോ? ആ ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഓപ്പണായി. ഇതുവരെ ഇവർക്ക് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കൂടി കൂടി. പിന്നെ ചില ആൾക്കാർ ഇതേപോലെ അവിടെ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കെയർ ഹോം വിസ എന്നുള്ള സംഭവത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അതായത് എഡ്യൂക്കേഷൻ എന്നുള്ളത് വിട്ട് ഇവരിങ്ങനെ അവിടെ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് മാറുന്ന ഒരു പ്രോണത്തോടെയാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി ന്യൂ റൂൾ അനുസരിച്ച് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ചെയ്ത് ദാറ്റ്. അപ്പോൾ അതിൽ കമൻറ്റ് മേക്ക് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് സജസ്റ്റ് പീപ്പിൾ ടു ഷിഫ്റ്റ്. മീൻസ് അവർ എക്സാക്ട്ലി പോയിട്ടുള്ള പർപ്പസ് എഡ്യൂക്കേഷൻ തന്നെ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ ദി എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതിലെല്ലാം സംഭവിക്കുന്ന ഈ പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് ആണ്. ഓൺ ദ ഗോ പഠനത്തിലേക്ക് ആയിരിക്കും അവർ പഠിക്കാൻ വേണ്ടി പോയി, ബട്ട് പാർട്ട് ടൈം എന്ന് പറയുന്ന ഒരു ഫോക്കസിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. ദേ ആർ ഏർണിങ് മണി,
ദെൻ ദേ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഇനഫ്. ഇപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ഒരു 1000 അല്ലെങ്കിൽ 100 ഒരു 2500 പൗണ്ടൊക്കെ നമുക്ക് കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 50,000 rupees ഫ്രം ഹിയർ. അപ്പോൾ ഈ എമൗണ്ട് നമ്മുടെ കയ്യിൽ വരുന്നതോട് കൂടിയിട്ട് യു ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഈസ് ഗുഡ്, വൈ ഷുഡ് ഐ സ്പെൻഡ് മൈ ടൈം ഇൻ ദ യൂണിവേഴ്സിറ്റി. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. നമ്മൾ അവർ പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ട് തിരിച്ച് ഈ മാർക്കറ്റ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ആർ എലിജിബിൾ ഫോർ സംതിങ് ഹയർ ആൻഡ് സംതിങ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ജസ്റ്റ് തിങ്ക് ഇറ്റ് ലൈക്ക് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സ്റ്റോക്കിലോ ഏതെങ്കിലും ഇൻഡെക്സിലോ ഏതെങ്കിലും സ്പേസിലോ ഏതെങ്കിലും ഫിനാൻഷ്യൽ ടൂൾ സ്പേസിലോ പുട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ യു ഗെറ്റ് 10x money tomorrow? No, it will take time. At least wait for 1 year or 1.5 years. You will get 10x or 20x returns. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു കാര്യം വർക്ക് ആവുന്നത്. സോ നമ്മൾ എന്താണോ പർപ്പസ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, സ്റ്റിക്ക് വിത്ത് ഇറ്റ്. മേ ബി ദർ വിൽ ബി സ്ട്രഗിൾസ്, ബട്ട് അതൊരു ഷോർട്ട് ടേം പീരീഡിലേക്കുള്ളതാണ്. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ദർ വിൽ ബി, നമുക്ക് കയറ്റം കയറിയാലേ ഒരു ഇറക്കം ഉണ്ടാവുള്ളൂ എന്ന് പറയും. യു ഹാവ് ടു ക്ലൈംബ് അപ്പ്, ദെൻ ഓൺലി യു ക്യാൻ ഗോ ഡൗൺ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ കാണേണ്ടതാണ്. സോ ഇത് ആദ്യത്തെ സ്ട്രഗിളിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒറ്റയടിക്ക് നോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്, നമുക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നത് ഐ ഡോണ്ട് സജസ്റ്റ് പീപ്പിൾ ടു ഡു ദാറ്റ്. ഇഫ് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇതിന് പകരം മേ ബി ഇപ്പോൾ ഇയാളൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാളാണ്, യു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ സം MNC and they told you stop your education, we will provide you with a better job. You can think of it. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ഗുഡ്. ഇഫ് ഇറ്റ് ഈസ് റിയലി ദാറ്റ് ഗുഡ് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്, നോ പ്രോബ്ലം. ബട്ട് ദിസ് മീൻസ് അവർ പോയ പർപ്പസുമായിട്ട് ഒരു തരത്തിലും അലൈനാവാത്ത ഒരു പെയ്ഡ് വിസ സർവീസിലേക്ക് നമ്മൾ പോകുന്നതിൽ ഐ ഡോണ്ട് സജസ്റ്റ് പീപ്പിൾ ടു ഡു ദാറ്റ്. ബിക്കോസ് അടുത്ത 3-4 വർഷം യു ഹാവ് ടു ഡു ദ സെയിം വർക്ക്. നമ്മൾ അതിനേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അതിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. യെസ് യെസ് ഓഫ് കോഴ്സ്. ഇവർക്ക് ഇപ്പം പറഞ്ഞ എന്താണ് കെ ഹോം ആയാലും അല്ലെങ്കിൽ വേറെ ഒരു ജോബ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയും എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പേ സ്കെയിൽ ആയാലും എല്ലാ തരത്തിലുള്ള പ്രിവിലേജസും അവർക്ക് ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവരുടെ എഡ്യൂക്കേഷൻ ത്രൂ കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി റിക്വയർമെന്റ് അല്ലെങ്കിൽ അത്ര തന്നെ സ്കിൽഡ് ആവേണ്ട ജോലികളല്ലാത്ത ഇപ്പോൾ ഈ കെയർ ഹോം പോലത്തെ ജോലികളിലേക്ക് ഇറ്റ് ഷുഡ് ബി സ്കിൽഡ്, ബട്ട് ഒരു പെർട്ടിക്കുലർ സ്കില്ല് വേണം. പക്ഷേ ഇവർക്ക് ഇവർ ഇതിനേക്കാൾ എലിജിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഇതിന് ചൂസ് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യണം എന്നുള്ള സജഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേ അല്ല. ബിക്കോസ് അവർക്കത് എങ്ങനെ എപ്പോഴാണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വിസയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് അനദർ 3 years. ബട്ട് തിങ്ക് ഓഫ് സംതിങ് ബെറ്റർ. നമ്മൾ ആഫ്റ്റർ എഡ്യൂക്കേഷൻ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് ജോബ് യു ക്യാൻ സ്റ്റേ ദർ ഫോർ മോർ ദാൻ ദാറ്റ് ടൈം ആൻഡ് യു വിൽ ബി പെയ്ഡ് മോർ ദാൻ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചില കുട്ടികളോ അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെയാണ്, ഈ സമയത്ത് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ആക്ഷൻസ് എടുത്തത്. യു ഹാവ് ടു തിങ്ക് അപ്പ് ഫ്രണ്ട്. നമ്മൾ കുറച്ചുകൂടെ ലോങ് വിഷൻ കാണണം. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വർക്ക് ആവുന്നത്, എന്താണ് എൻ്റെ ഫ്യൂച്ചർ ഇതിൽ നിന്ന് ഡെവലപ്പ് ആവുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കാം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് പൊല്യൂട്ടഡ് ആയി പോവാണ്. അതായത് ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ റൂൾ ചേഞ്ച് ചെയ്തു. ഒരു സ്റ്റുഡൻ്റ് അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പഠനം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഒരു കാരണവശാലും ഒരു കാലത്തും ആ ഒരാൾക്ക് എന്ത് കിട്ടില്ല, ജോബ് വിസയിലോട്ട് മാറാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ പേഴ്സണലി ഞാൻ തന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ചില സ്റ്റുഡൻസ് അവിടെ പോയിട്ട് നമുക്ക് വിളിക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെ മാറട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാറട്ടെ. ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയും, ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല. കെയർ ഹോംസിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അത് പഠിച്ചു വരുന്നുണ്ട്. അപ്പം അവരുടെ ഓപ്പർച്യൂണിറ്റീസും കൂടി വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരെന്താ വെച്ചാൽ അവരുടെ രീതി, മാർക്കറ്റിന് എന്താണെന്നുള്ളതിലുപരി, മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ എന്നുള്ളതിലുപരി നമ്മളുടേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചർ അതിൽ ബിൽഡ് ചെയ്യാൻ നോക്കുക. അതാണ് എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രൊഫഷനിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് മണി ബട്ട് ഇറ്റ്സ് നോട്ട് എവറിത്തിങ്. മണി ഇസ് നോട്ട് എവറിത്തിങ്. അതിലപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും ഒരു 10 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എവറിത്തിങ്. ബട്ട് ആക്ച്വലി ഇൻ ദ കേസ് നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ ഇന്ന് കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആർ യു ഹാപ്പി?
ദാറ്റ് ഈസ് വാട്ട് ദ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ദിവസം രാവിലെ എണീറ്റ് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് കുറേ കാശുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് സന്തോഷമുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ കാശ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് എന്ത് പ്രവൃത്തിയിൽ നിന്നാണ് എനിക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് റിയലി ഡസ് മാറ്റർ. നമ്മൾ ഓരോ ദിവസം മൂവ് ഓൺ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് അതാണ്. സോ അഫ്കോഴ്സ് അപ്പോൾ നമ്മളെ പാഷനും നമ്മുടെ കരിയറും നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റും ഒന്നും അല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നാളെ വേറെ ആൾ വന്നിട്ട് നീ ഒരു 500 പൗണ്ട് അല്ലെങ്കിൽ 5000 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഈ വിസ കിട്ടുമെന്ന് പറയുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ചൂസ് ദാറ്റ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പം കിട്ടുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഓൺ ദ ഗോൾ നമ്മുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ മൊത്തമായിട്ട് നാളെ പറ്റിക്കുന്ന ഒരു ഡിസിഷനായിട്ട് അത് മാറും. അത് തന്നെയാണ് ഷുഹൈബ് പറഞ്ഞത്. നമ്മുടെ പാഷൻ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു എന്താണ് അതിന് ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് ഓപ്ഷൻസ് കണ്ടെത്തിയിട്ട് അത് കണ്ടെത്തും. ഐ മീൻ അങ്ങനെ ആ ഒരു ഡ്രീമിനെ ചേസ് ചെയ്യുക, ആ ഡ്രീമിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിനെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ റീച്ച്, വി വിൽ റീച്ച് ദാറ്റ്. അത് എല്ലാ സമയത്തും സംഭവിക്കുന്നത് തന്നെയാണ്. സോ വെറി അബൌട്ട് ആൻഡ് ഇപ്പോഴത്തെ സ്ട്രഗിളിൽ കണ്ടിട്ട് മൈ ഗോഡ് ഐ ആം ഡൺ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്ന് വിസ മാറുന്നതോ അല്ലെങ്കിൽ വേറെ പല തീരുമാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതല്ല. ഓക്കെ, സോ എന്താണ് ഒരു വൈൻഡിങ് അപ്പ് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു UK പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നമ്മളുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാനായിട്ട്? Okay, I don't wanted to tell them you can contact us for everyone because there will be so many people watching this and in future also ഇത് കാണുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ട്രൈ ടു ചൂസ് ദ റൈറ്റ് പേഴ്സൺ ടു ഹെൽപ്പ് യു. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. There are so many people in the market, so many people around you who can help you. So നമ്മളിതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പല പോയിന്റുകളുണ്ട്. We are certified, we have the things and we have the knowledge to share with them. അപ്പോൾ ഈ കാര്യങ്ങളുള്ള ആളുകളുടെ അടുത്തേക്ക് വരിക and do talk to your consultants and do talk to the alumni in UK. ഇപ്പോൾ നമ്മൾ പോയ പാതയിൽ ആൾറെഡി പോയി അവിടെ എത്തിയിട്ടുള്ള ആളുകളുമായിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുക. അവരെന്തൊക്കെ സ്ട്രഗിൾസാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ കൺസൾട്ടൻസുമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണ് അഡ്വൈസ് എടുക്കുന്നത് അവരുമായിട്ടും ഡിസ്കസ് ചെയ്യുക. എന്താണ് എനിക്ക് ഏറ്റവും നല്ലത്, ഞാൻ ഈ പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഈ പ്രോഗ്രാം ചൂസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ആൻഡ് ഗെറ്റ് proper support in the spaces of selecting the university, selecting the program and do your own research. അപ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നു അത് മാത്രമാവരുത്, അതെൻ്റെ ചിലപ്പോൾ എൻ്റെ പാഷൻ അലൈൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപ്പോൾ സ്വയമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുക. ഇപ്പോൾ പഴയ പോലെ അല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടത്തെ സിറ്റുവേഷൻ പോലെ ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരാളടുത്ത് മാത്രം ചോദിക്കേണ്ട അവസ്ഥയല്ല. ഇന്ന് നമുക്കൊരു കീവേഡിലൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ എത്തുകയാണ്. സോ നമ്മളതിൽ മടിയന്മാരാകാതിരിക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള റിസർച്ചുകൾ നമ്മൾ നടത്തും. നമ്മളിപ്പോൾ ആരെടുത്തു നിന്ന് ഇപ്പോൾ ഈവൻ മാറ്റ് ഗ്ലോബറിൽ നിന്നുള്ളൊരു അഡ്വൈസറിൽ നിന്നാണ് നിങ്ങൾ ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ക്രോസ് ചെക്ക് ഇറ്റ്, ഡു ദ ഫാക്ട് ചെക്ക്. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് നമ്മളെ 99.9% നമ്മുടെ കൗൺസിലേഴ്സും അങ്ങനെ ഒരു ഫാക്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള എല്ലാ തരത്തിലുള്ള സിസ്റ്റം മാറ്റ് ഗ്ലോബറിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ ഐ റിക്വസ്റ്റ് പീപ്പിൾ ടു ഡു ദ ഫാക്ട് ചെക്ക്. അപ്പോൾ അതുപോലെ തന്നെ പുറത്തുനിന്നാണ് ആര് പറയുന്നുണ്ടെങ്കിൽ ഡു യുവർ ഓൺ റിസർച്ച് ആസ് വെൽ. ഇതാണ് പോകുന്ന ഓരോ സ്റ്റുഡൻസിനോടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ളത്. ആൻഡ് വെൻ എവർ യു ആർ സ്പെൻഡിങ് ഈച്ച് 1 rupee, നമ്മൾ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഓരോ രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഓരോ മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്ന സമയത്തും അത് വേർത്തിയാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. ഇതാണ് എനിക്ക് ആസ് എനി ഓവർസീസ് എക്സ്പീരിയൻസിനോട് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് UK ആൾസോ എനിക്കിത് തന്നെയാണ് അവരോട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ജിഷാൻ പറഞ്ഞ പോലെ തന്നെ ഡു യുവർ റിസർച്ച്, ഓൺ റിസർച്ച് ഫസ്റ്റ്, ദെൻ യു ക്യാൻ മീറ്റ് എ ഗുഡ് കൗൺസിലർ ഓർ എ ഗുഡ് ഓർഗനൈസേഷൻ. നമ്മളുടെ അടുത്തേക്ക് തന്നെ വരണം എന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ വി ക്യാൻ അഷ്യൂർ യു ദാറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ബെസ്റ്റ്, വി ക്യാൻ ഗിവ് യു ദി ബെസ്റ്റ്. അത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേഴ്സണലി എനിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ, കാൻഡിഡേറ്റ്സിനൊക്കെയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണെന്നുള്ള ഒന്നും കൂടി സ്പെസിഫിക്കലി അറിയാനും അതിലോട്ട് അവരെ ലീഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് സ്റ്റുഡൻറ്റ് വന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും പോയാൽ മതി, എനിക്ക് ഏതെങ്കിലും കോഴ്സ് മതി എന്ന് പറയുന്നതിനേക്കാളും ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന
സോ ആൻഡ് സോ യൂണിവേഴ്സിറ്റി, സോ ആൻഡ് സോ കോഴ്സ്, സോ ആൻഡ് സോ കൺട്രീസ് വേണമെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സോ ആൻഡ് സോ കോഴ്സ് അത് വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് അവർക്ക് നല്ല ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. സോ വി ആർ എക്സ്പെക്ടിങ് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം അവർ സ്റ്റുഡൻസ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് തിങ് ആണ്. സോ ക്വസ്റ്റ്യൻസ് വരുന്നുകൊണ്ടേ ഇരിക്കണം, എന്നാലും നമുക്ക് ക്ലാരിഫിക്കേഷൻസ് വരുത്താൻ പറ്റുള്ളൂ. സോ ഡു യുവർ റിസർച്ച് ആൻഡ് വി ക്യാൻ അഷ്യൂർ ദാറ്റ് വി ക്യാൻ ഗിവ് യു ദി ബെസ്റ്റ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ UK എന്നുള്ള കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആസ്പെക്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. so many other things to discuss as well. Almost time ആയി പോകുന്നു. അതെ. അപ്പോൾ ബാക്കി എപ്പിസോഡിൽ, ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ യൂണിറ്റ് ടോക്സിനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചതിനെ പറ്റി കൂടുതൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.